ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജിത്. വായനാ ദിനത്തോടനുബന്ധിച്ച് അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സീനിയർ ജനറൽ മാനേജർ ജോൺ തോമസ് പാറക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഷേബി കുര്യൻ സ്വാഗതം ആശംസിച്ചു. ആ ലോകത്തിലേക്കുള്ള വാതിലാണ് വായന. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ പുതുതലമുറയെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് നമുക്ക് നോട്ടത്തിൽ തന്നെ വലിയ കഴിവുകളും ഒത്തിരി വലിയ ഉന്നത സ്ഥാനം അലങ്കരിച്ചിട്ടുള്ളതാണെങ്കിലും വളരെ എളിമയോടുകൂടി നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ഏറെ സന്തോഷമാണ്. കുട്ടികളുടെ വായനാ ദിന പ്രതിജ്ഞ, ചുട്ടെഴുത്ത്, മൊഴി തെളിമ, പുസ്തകമുറ്റം വായനമൂല, കാവ്യാലാപനം, കാവ്യ നൃത്താവിഷ്കാരം എന്നിവ ഈ ദിവസത്തെ കൂടുതൽ മികവുറ്റതാക്കി. സ്കൂൾ മുറ്റത്തൊരു ലൈബ്രറി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി കുട്ടികളും അധ്യാപകരും ശേഖരിച്ച 1000-ൽ പരം പുസ്തകങ്ങളുടെ പ്രദർശനം വായനാ ദിനത്തെ കൂടുതൽ ആകർഷകമാക്കി. PTA വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ എം ജോസഫ്, വാർഡ് കൗൺസിലർ ലക്സി ജോയ്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജോസ്മി KJ എന്നിവർ പ്രസംഗിച്ചു. പാട്ട് ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ പണിയാണ്. സമ്മാനം കിട്ടാറില്ല അതുപോലെ. പക്ഷെ എല്ലാത്തരം മത്സരങ്ങളിലും ഞാൻ പങ്കെടുക്കുകയും നിങ്ങളെപ്പോലെ 5ാം ക്ലാസ് തൊട്ട് ഏതാണ്ട് BSc കഴിയുന്നവരെ ഈ സ്കൂളിൻ്റെ ഓരോ ക്ലാസ് മുറികളിലും ഞാൻ കാര്യം നടന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, പാട്ട് പാടി പല സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അന്നേരം കിട്ടുന്ന ഈ സോപ്പ് പൊട്ടി, ഗ്ലാസ്, ഇതൊക്കെയാണ് സമ്മാനങ്ങൾ. അപ്പോൾ ആദ്യം 5ലും 6ലും പഠിക്കുന്ന സോപ്പ് പൊട്ടികൾ കിട്ടുപോലെ കിട്ടി. പാട്ടിന് 3rd, പ്രസംഗത്തിന് 2nd ഒക്കെ കിട്ടും. കുറെ കഴിഞ്ഞൊരു 8ാം ക്ലാസ് വന്നു പറഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ്സ് മാത്രമല്ല. പഠിക്കുമ്പോൾ ഒക്ടോബർ മാസത്തിലെ അതായത് എനിക്ക് അന്ന് ഒരു ദുശീലുണ്ടായിരുന്നത്, രാവിലെ പേപ്പർ വരുമ്പോൾ, അന്ന് മലയാള മനോരമയാണ് വീട്ടിലെടുക്കുക. പേപ്പർ വരുമ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പേപ്പർ എടുത്തിട്ട് ഹെഡിങ് വായിക്കും. 1ാം ക്ലാസ്സിലാണ്. അന്ന് ഞാൻ തപ്പിപ്പറിക്ക് വായിക്കും. 1ാം ക്ലാസ്സിൽ അന്ന് ഒക്ടോബറിലെ ആ ഒരു വാർത്ത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മോട്ടിവേഷൻ തന്നെ തന്നു. അപ്പൊ അതിൽ കൂടുതൽ എനിക്ക് പറയാനായിട്ട് ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നമ്മുടെ പണിക്കർ സാർ പറഞ്ഞിരിക്കുന്നത് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രെയിൻ ആൻഡ് എ റോഡ്. അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ ഉണ്ടാർന്നേ, പ്രിയരെ, മൂക്കന്നൂർ MAGJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി
പരമാവധി ഇതിന്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.